ഞാൻ ഇപ്പൊ ഇത് ഐ അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ ഇസ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ നാഷണൽ അവാർഡ്സ് ബീങ് അതിനുശേഷം കുറെ ചർച്ചയായിരുന്നു അതിന്റെ വെളിച്ചത്തിലാണ് അത് ചോദ്യം എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഈ അവാർഡുകളൊക്കെ പ്രഖ്യാപിക്കുന്നതിനോ അല്ലെങ്കിൽ അവാർഡിനെ കുറിച്ചുള്ളൊക്കെ ചർച്ചകൾ വരുന്നതിനോ ഒക്കെ എത്രയോ മുമ്പ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാണ്. അത് തന്നെ എനിക്ക് ഇന്നും പറയാനുള്ളൂ. അവാർഡ്സ് അല്ല എന്റെ പ്രയോറിറ്റി. ഇപ്പൊ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ ഇത്രയും വലിയൊരു സക്സസ് ആയി. ഇപ്പൊ നേരെ മറിച്ചായിരുന്നുവെങ്കിൽ ആടുജീവിതം ഇവിടെ തിയേറ്റേഴ്സിൽ വർക്കായിട്ടേ ഇല്ല. നേരെ മറിച്ച് അതിന് 15 നാഷണൽ അവാർഡുകൾ. എനിക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ല. ടു ബി വെരി ഫ്രാങ്ക്, ഐ വുഡ് നോട്ട് ഹാവ് ബീൻ ഹാപ്പി അറ്റ് ഓൾ. ദിസ് ഐ ആം ഓക്കെ. പിന്നെ അവാർഡിനെ സംബന്ധിച്ചിടത്തോളം ഐ ഓൾവേസ് ബിലീവ്ഡ് അതൊരു ജൂറിയുടെ തീരുമാനമാണ്. ഒരു 7, 8 അല്ലെങ്കിൽ 5, 6 ആൾക്കാർ അടങ്ങുന്ന ഒരു ജൂറിയുടെ ഡിസിഷനാണ്. ആ ജൂറിയുടെ ഡിസിഷനുമായിട്ട് നിങ്ങൾക്ക് വിയോജിക്കാം. യു ഹാവ് എവറി റൈറ്റ് ടു ഡു ഇറ്റ്. പക്ഷെ ആ ജൂറി ഇങ്ങനെ തീരുമാനിക്കാൻ പാടില്ല എന്ന് പറയാൻ ഒരു അവകാശമില്ല. ആ ജൂറിക്ക് ആ വർഷം കണ്ട സിനിമകളിൽ അവരുടെ അഭിരുചിക്കനുസരിച്ച്, അവരുടെ എസ്തെറ്റിക്സിനനുസരിച്ച് അവർക്ക് ഏറ്റവും നല്ല സിനിമ, ഏറ്റവും നല്ല പെർഫോമൻസ് എന്ന് തോന്നിയതിനാണ് അവർ അവാർഡ് കൊടുക്കുന്നത്. ഈ വർഷത്തെ ജൂറിക്ക് അങ്ങനെ തോന്നിയ സിനിമകൾക്ക് അവാർഡ് കൊടുത്തു. അവർക്ക് ആടുജീവിതം കണ്ടിട്ട് ഒരു അവാർഡ് അർഹിക്കുന്ന സിനിമയായിട്ടോ അതിൽ എന്റെ പെർഫോമൻസ് കണ്ടിട്ട് അതൊരു അവാർഡ് അർഹിക്കുന്ന പെർഫോമൻസ് ആയിട്ടോ തോന്നിയിട്ടില്ല. ഐ ആം പെർഫെക്റ്റ്ലി ഫൈൻ വിത്ത് ദാറ്റ്.